ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്നതിന് തൊട്ട് മുൻപ് എന്തായാലും നല്ല രീതിയിൽ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ പിയേഴ്സിൻ്റെ സോപ്പോ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബയോ സിൽക്കിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഡീപ്പ് നറിഷ്മെൻറ്റ് തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഓൺലൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ സ്കിന്ന് അത്യാവശ്യം സെൻസിറ്റീവ് ആണ്. എനിക്കിത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അടുത്തത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ. ഇത് UV കർബിൻ്റെ അക്വാജിൽ സൺസ്ക്രീൻ ആണ്. SPF 50+ ഉണ്ട്, മാത്രമല്ല PA++ ഉണ്ട്. ഇതൊരു അത്യാവശ്യം മാറ്റി ഫിനിഷ് ഒക്കെ തരുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. മേക്കപ്പ് എപ്പോൾ യൂസ് ചെയ്താലും നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു നല്ലൊരു പ്രൈമർ, ഞാനിവിടെ ലോട്ടസിന്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ല രീതി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് എന്തിനാ, നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മുടെ ഒരുപാട് കെമിക്കൽസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് യാതൊരു ഹാമും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഫൗണ്ടേഷൻ. ഞാൻ ഇതും ലോട്ടസിന്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഒരുപാട് കവറേജ് തരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒരു മീഡിയം ലെവൽ, ആ ഒരു ലെവൽ കവറേജ് മാത്രമാണ് തരുന്നത്. ഭയങ്കര സൂപ്പർബായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാൻ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് ബ്രഷും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി. എൻ്റെ കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കൈയാണ് ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഒരു ലൂസ് പൗഡറാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുമെന്ന് പറയുമല്ലോ, അതുപോലെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൻ്റെ അടിയിലും അതുപോലെ ചീക്കിൻ്റെ അവിടെ, അതുപോലെ കഴുത്തിൻ്റെ അവിടെയൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നത്. അതവിടെ വെച്ചിട്ട് നമുക്ക് ഇനി ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഇതിന്റെ ബാക്കിൽ ഒരു സ്പ്യൂളി ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണിത്. ഒരുപാട് അങ്ങ് വരച്ച രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ശകലം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ ചെയ്തതിനു ശേഷം സ്പ്യൂളി വെച്ച് നല്ല രീതിയിൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പുരികം കാണുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ തോന്നും. ശരിക്കും തോന്നുന്നതല്ല, ശരിക്കും രണ്ട് രീതിയിലാട്ടോ ഇരിക്കുന്നത് തന്നെ. അടുത്തത് ഞാൻ ഇടുന്നത് ഐഷാഡോ ആണ്. ആദ്യം പാലറ്റിനകത്തുള്ള ഒരു ക്രീം ഷെയ്ഡ് എടുത്ത് ഞാൻ നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് ക്രീസ് കട്ട് ചെയ്യുമെന്ന് പറയുമല്ലോ, അതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പിങ്ക് ഷെയ്ഡ് എടുത്ത് കുറച്ചും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ഷിമറിങ് ഷെയ്ഡ്, ഇതും കൂടി ഇടുമ്പോഴേക്കും എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം കേട്ടോ. ഞാൻ മേളിലിട്ട അതേ ഷെയ്ഡ്, അതായത് പിങ്ക് ഷെയ്ഡ് എടുത്ത് തന്നെ താഴെ കണ്ണിൻ്റെ അടിയിലും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തിടുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി ഇടുക, അല്ലെങ്കിൽ രണ്ടും കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനർ ആണ്. മെബിലൈൻ്റെ ഐലൈനർ ആണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കാത്തത്, എനിക്ക് കണ്ണാടിയിൽ നോക്കിയാലേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കണ്ണെഴുതി. ഇപ്പോൾ ഞാൻ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ കേളിൻ്റെ മസ്കാരയാണ്. അത് അത്യാവശ്യം നല്ല വോളിയം തരുന്നൊരു മസ്കാര കേട്ടോ. ഈ മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കണക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വോളിയം തോന്നിക്കും. സോ മസ്കാര യൂസ് ചെയ്യുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻവൈബയുടെ ഒരു പ്രോ സ്ട്രോപ്പ് ക്രീമാണ്. ഇതൊരു പിങ്ക് ടോണാണ്. ചെറിയൊരു ബ്രൈറ്റനിങ്, ഒരു ബ്ലഷ് എഫക്റ്റ് ഒക്കെ തരും കേട്ടോ. ഇത് വളരെ റേറ്റ് ഭയങ്കര കുറവാണ്, 100 സംതിങ് രൂപയേ ഉള്ളൂ. അടുത്തത് നമ്മുടെ മെയിൻ സാധനം ലിപ്സ്റ്റിക് ആണ്. ഞാനിത് റീസെന്റ് ആയിട്ട് വാങ്ങിയ ഷുഗറിന്റെ പോപ്പ് ലിപ്സ്റ്റിക് ആണ്. 07 റൂബി റെഡ് ആണ് ഷെയ്ഡ് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരു പിങ്ക് അല്ലെങ്കിൽ റോസ് ഷെയ്ഡൊക്കെയാണ് കൂടുതലും സ്യൂട്ടബിൾ ആവുക. അതിനോടൊപ്പം തന്നെ ഞാൻ മിസ് ക്ലെയറിന്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഒന്ന് മിക്സ് ചെയ്താട്ടോ ഇടുന്നത്. നല്ലൊരു കളർ കോംബോ ഒപ്പം വരും. എനിക്ക് ഫേസിൽ ഇത് ഭയങ്കരമായിട്ട് ബ്രൈറ്റനിങ് തോന്നിക്കാറുണ്ട് ഈ രണ്ട് കോംബോയും കൂടി. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തത് അറ്റ് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതും ലോട്ടസിന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് കുറച്ച് നേരം അടിച്ചിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് അബ്സോർബ് ചെയ്യാൻ വിടുക. പറ്റുമെങ്കിൽ കാറ്റത്ത് ഒന്ന് നല്ല രീതിയിൽ ഫാനിന്റെ മുന്നിൽ നിൽക്കുക. ഇനി നമുക്ക് മുടി ഒന്ന് അഴിച്ച് കെട്ടണം, പിന്നെ ആക്സസറീസ് ഇടുക. അതിന്റെ ഒരു ട്രാൻസിഷൻ കണ്ടാലോ. അപ്പോൾ
എങ്ങനെയാ, നിങ്ങൾക്ക് ഇന്നത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിലിട്ടിരിക്കുന്ന ആക്സസറീസിലും മാല കമ്മലെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അഫോർഡബിൾ ആണ്. ഇതിന്റെ ഓൾറെഡി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.